ഇന്നലെ വൈകുന്നേരം ബബ്ലൂസ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ സാധാരണ എത്തുന്നതിനേക്കാളും നേരത്തെ വീട്ടിലെത്തി. എന്നിട്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ ഉമ്മ അവനോട് ചോദിച്ചു എന്താടാ പറ്റിയെന്നുള്ളത്. അപ്പോൾ അവൻ പെട്ടെന്നാണ് കരഞ്ഞിട്ട് കൈമുട്ടിൻ്റെ അവിടെ ഒരു മുറിയൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് ഭയങ്കര സങ്കടം. അതിൽ ഉമ്മ മുറിയൂട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചോദിച്ചു ബബ്ലു വേദന ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൻ പറയാണ് ഉമ്മ, ഞാൻ വീണ് മുറിയായതല്ല എനിക്ക് സങ്കടമായിട്ടുള്ളത്, ഞാൻ വീണ സമയത്ത് ഓലൊക്കെ എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞു, ഓൻ്റെ ചെങ്ങന്മാരൊക്കെ എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണത്. നമ്മൾ കൂടെയുള്ള ആൾക്കാർ ഒന്ന് വീഴുന്ന സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് ചിരിക്കും അല്ലേ, നമ്മൾ മൊത്തത്തിലൊന്ന് പിന്നെ ഈ കാര്യം നമ്മൾ ആളെടുക്കുന്നൊക്കെ. ശരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നുള്ളത് ഒരു സപ്പോർട്ടാണ്. സാരല്ലടാ പോട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതാവും ആ സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കെയർ. കാരണം ശരീരത്തിനേറ്റ മുറിവ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റും, പക്ഷേ മനസ്സിനുള്ള മുറിവ് അത് ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് ആ മനസ്സിൽ തന്നെ ഉണങ്ങാതെ കിടക്കുന്നുണ്ടാകും.